നമസ്കാരം, സഖിയിലേക്ക് സ്വാഗതം. കെ എ ബീനയെ നാമെല്ലാം അറിയുന്നത് മാധ്യമപ്രവർത്തകയായി, കോളംനിസ്റ്റായി ഒക്കെയാണ്. അതേപോലെ തന്നെ ഇപ്പോഴും ബീനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ബീനയുടെ ആദ്യത്തെ ബുക്കാണ്, റഷ്യയെക്കുറിച്ച് ബീന എഴുതിയ ബുക്ക്. പുതിയതായി ബീന ഒരു ബുക്കുമായി നമുക്കിടയിലേക്ക് വന്നിരിക്കുന്നു, കൗമാരം കടന്നു വരുന്നത് എന്ന ചെറുകഥാ സമാഹാരം. ഈ ചെറുകഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ബീനയോട് ചോദിക്കാനായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സഖിയിൽ ബീനയെ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് ബീനയോട് തന്നെ ഇതേക്കുറിച്ചൊക്കെ ചോദിക്കാം. പിന്നെ കൗമാരം കടന്നു വരുന്നതിലെ ഈ ടൈറ്റിലായി തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ആ കഥയുണ്ടല്ലോ, കൗമാരം കടന്നു വരുന്നത് എന്ന കഥ. ആ കഥയിലൂടെ പോകുമ്പോൾ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ബീനയെ അടുത്തറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് ചോദിക്കാതെ വയ്യ, ഈ കൗമാരം കടന്നു വരുന്നതിനകത്ത് ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ട്. അതായത് കൗമാരക്കാർക്ക് വേണ്ടിയുള്ള ഒരു TV പ്രോഗ്രാം കാണുമ്പോൾ കൗമാരക്കാരി അന്തം വിടുന്നു, ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്, എനിക്ക് എപ്പോഴാണ് കൗമാരം തുടങ്ങുന്നതെന്ന്. അപ്പോൾ ഈ ഇത്തരം ഒരു പൊള്ളത്തരം, ഈ TV പ്രോഗ്രാമുകളുടെ ഒരു പ്രശ്നങ്ങൾ, അതൊക്കെ ബീന എങ്ങനെയാണ് കാണുന്നത്? സ്വന്തം അനുഭവം എന്തെങ്കിലും ഇതിനകത്തുണ്ടോ കൗമാരം കടന്നു വരുന്നതിൽ? അങ്ങനെ ഇപ്പോൾ ഗീത ചോദിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു തല അതിനുണ്ടോ എന്ന് തോന്നുന്നത്. കൗമാരം കടന്നു വരുന്നുള്ള ഒരു കഥ എഴുതാൻ കാരണം നമ്മുടെ ഈ എഞ്ചിനീയറിംഗ്, മെഡിസിൻ എന്നുള്ള ഒരു ഭ്രാന്ത് പിടിച്ച ഒരു ജ്വരം നമ്മുടെ സമൂഹത്തിൽ ബാധിച്ചിട്ട് നമ്മൾ കുട്ടികളെ ഓടിക്കുകയാണ് എങ്ങോട്ടോ എന്നില്ല, തിരക്ക്. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ കുട്ടികളുടെ ഇമാജിനേഷൻ ഇല്ലാത്ത കുട്ടികൾ, അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികൾ, ഇങ്ങനെ പലരും നമ്മുടെ അടുത്ത്, നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്നു. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത്, നമ്മൾ ശരിക്കും കൗമാരം എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക, ഒരു ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തമോ കാലഘട്ടമോ ആണ്. അപ്പം ബാക്കി ജീവിതത്തിലേക്ക് ആവശ്യമായ എല്ലാ വികാരങ്ങളും ചിന്തകളും സങ്കല്പങ്ങളും എല്ലാം പൂത്തുലയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മൂക്കിൽ ചരട് കെട്ടിയ കുതിരയെ വലിച്ചു കൊണ്ട് പോകുന്നത് പോലെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ട്യൂഷൻ ക്ലാസ്സിലേക്ക്, അവിടെ നിന്ന് എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ക്യാമ്പിലേക്ക്, ചില കുട്ടികളെ ആണെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം തന്നെ ഈ എൻട്രൻസ് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിടുന്നു. അപ്പോൾ ഇവരിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട വികാരങ്ങൾ മുളച്ചു വരുമോ, അല്ലെങ്കിൽ ഇതെല്ലാം അവരുടെ മാനസിക നിലയെ എങ്ങനെ ബാധിക്കും എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഞാൻ എഴുതിയൊരു കഥയാണത്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഗീത പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ വരുമ്പോൾ മാധ്യമങ്ങളും ഒരുപാട് ആഘോഷിക്കുന്നുണ്ട്,